TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പുനലൂർ ഒക്ടോബർ 17 നാളെ. ശുശ്രൂഷകൾ രാവിലെ 10 എബനേസർ പാർക്ക് ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, ചെമ്മന്തൂർ. തോമസ് പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ 2015 ഒക്ടോബർ 22, 23, 24, 25. ശുശ്രൂഷൻ രാവിലെ വൈകിട്ട് ബേർഷേബ കോംപ്ലക്സ്, മിഷൻ തോമസ് ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26. ഞായർ ശുശ്രൂഷ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി പ്രേം നഗർ, അമൃത്സർ. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ദീനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം, ദീനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച തെളിവിനോ ഇരുന്നിടും സമാധാനം, മനമതി തെളിവിനോ ഇരുന്നിടും സമാധാനം. 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തിന് ദണ്ഡനമുണ്ട്. എല്ലാവരും പറഞ്ഞ ഭയം ദണ്ഡിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പിശാച് മനുഷ്യനിൽ അവൻ്റെ ക്രിയ നടത്തുന്നത് ഭയത്തിലൂടെയാണ്. കമ്പ്യൂട്ടർ ഭാഷ പറഞ്ഞാൽ പിശാചിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭയം. സൈറ്റൻ ഓപ്പറേറ്റ്സ് ഇൻ ഫിയർ. നിനക്കത് വരും, അങ്ങനെ ചെയ്താൽ എന്തോ ചെയ്യും, വിശ്വാസത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെ വരില്ലേ, ഇന്നവരൊക്കെ നിനക്ക് എതിരാകില്ലേ, നീ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ നിൻ്റെ ഭാവി എന്തായിത്തീരും, നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താവും. അങ്ങനെ നമ്മുടെ അകത്ത് ചെറുതും വലുതുമായ ഭയം ഇട്ടാണ് പിശാച് ക്രിയ ചെയ്യുന്നത്. പിശാച് ഭയത്തിലൂടെ അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. പിശാച് ഭയപ്പെടുത്തി ആൾക്കാരെ അവൻ്റെ സാമ്രാജ്യത്തിലാക്കുന്നു. പിശാചിൻ്റെ സാമ്രാജ്യം ലോകത്തിലെ ഏതെങ്കിലും ഒരു ജോഗ്രഫിക് അതിർത്തിക്കകത്തുള്ളൊരു രാജ്യമല്ല പിശാചിൻ്റെ രാജ്യം. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം, ഫിസിക്കലായിട്ടുള്ളൊരു രാജ്യം, ദൈവരാജ്യം, വേറൊന്നും സാത്താൻ്റെ രാജ്യമല്ല. ഈ ലോകത്തിലെ മനുഷ്യ ഹൃദയങ്ങളിലാണ് ദൈവരാജ്യവും സാത്താൻ്റെ രാജ്യവും ഉള്ളത്. പ്രൈസ് ലോർഡ്. നേരെ തിരിച്ചപ്പുറത്ത് ദൈവത്തിൻ്റെ രാജ്യവും മനുഷ്യ ഹൃദയങ്ങളിലാണ് ക്രിയ ചെയ്യുന്നത്. എന്നാൽ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് തന്നിലുള്ള ആശ്രയം, വിശ്വാസം.
ഞാൻ നിന്നെ നടത്തും. നീ സ്റ്റെപ്പ് വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ലജ്ജിക്കാൻ ഇടവരത്തില്ല. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നടത്തും. അങ്ങനെ ഗോഡ് ഓപ്പറേറ്റ്സ് ഇൻ ഫെയ്ത്ത്. ആമേൻ. നിങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുന്നവരാണല്ലോ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഗോഡ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഫെയ്ത്ത്. വിശ്വാസം എന്ന OS കൂടെയാണ് ആര് വർക്ക് ചെയ്യുന്നത്? കർത്താവ് വർക്ക്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവരാജ്യം. വിശ്വസിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ, ആ വിശ്വസിക്കുന്ന മക്കളുടെ ഉള്ളിൽ ഒരു സമാധാനം കാണും, സന്തോഷം കാണും. മാത്രമല്ല, ദൈവം എന്നെ നീതീകരിച്ചു. ഞാൻ പാപിയാണെങ്കിലും ഈ കർത്താവ് എൻ്റെ പാപം മാറ്റി എന്നെ നീതീകരിച്ചു. ഈ 3 ബോധ്യങ്ങൾ നമ്മുടെ അകത്തുണ്ടാവും. നീതീകരണ ബോധം, ഉറക്കെ പറഞ്ഞേ, സമാധാനം, സന്തോഷം. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, അഥവാ വിശ്വാസത്താൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിൻ്റെ ഭരണം നമ്മളിൽ ആരംഭിക്കുകയാണ്. നമ്മൾ വേറെ രീതിയിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചെന്നൊക്കെ പറയും. പത്രോസ് പറയുമ്പോൾ, യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനം മറ്റാർക്കും കൊടുക്കാതെ യേശുവിന് വേണ്ടി മാത്രം സെറ്റ് അപ്പാർട്ട് ദ ത്രോൺ ഓഫ് യുവർ ഹാർട്ട് ഫോർ ജീസസ് ആൻഡ് ഹിസ് വേർഡ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഇരിപ്പിടം, നിങ്ങളുടെ ചിന്തകളുടെ ഇരിപ്പിടം ദൈവവചനത്തിനും കർത്താവിനും കൊടുക്കണം. കർത്താവ് തന്നെയാണല്ലോ ദൈവവചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് അതേ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതാകുന്നു ഞങ്ങൾ പ്രസംഗിച്ച വചനം. 33.5 വർഷം വചനം ജഡരൂപത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വചനം ആത്മരൂപത്തിൽ എൻ്റെ അധരങ്ങളിലൂടെ, നിങ്ങളുടെ അധരങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുക. നമുക്കിഷ്ടം അന്ന് പാലസ്തീൻ നാട്ടിൽ നടന്ന വചനത്തെയാണ്. ഒന്ന് വീട്ടിലിറങ്ങി വരികയായിരുന്നെങ്കിൽ, ഒന്നെന്നെ തൊടുകയായിരുന്നെങ്കിൽ, ഒന്നെന്നെ തഴുമുകയായിരുന്നെങ്കിൽ, ആ ആണിപ്പഴുതേറ്റ കരമൊന്ന് കാണുകയായിരുന്നെങ്കിൽ, അങ്ങനെയും ദർശനം തരും. ഈ കാലങ്ങളിലും ഇത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ വചനം നമ്മളെ തൊട്ട്, നമ്മളെ തഴുമ്മി, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് സത്യം. അതിന് ഞാൻ ഇടം കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശു എന്നെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം എന്നെ ഭരിക്കുക എന്നാണ് അർത്ഥം. എല്ലാം എന്ന് പറഞ്ഞിട്ട്, യേശു എന്നെ കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം എന്നെ കർത്തൃത്വം നടത്തുക. കർത്താവിൻ്റെ വചനങ്ങൾ മുഴുവൻ സമാധാനത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ ഈ ബൈബിളിൽ കണ്ടിരിക്കുന്നത് പോലെ ആശ്വാസവാക്കുകൾ ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം, ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമ സങ്കീർത്തനങ്ങളിലൊക്കെ ഒത്തിരി സമാധാന വചനങ്ങളുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് മുമ്പ് ചിലയിടത്തെല്ലാം നമുക്ക് വലിയ വലിയ ആശങ്ക വരുത്തുന്ന വാക്കുകൾ കാണും. അതെല്ലാം ഞാനിവിടെ വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിനിവിടെ വന്നപ്പോൾ തരാൻ സമാധാന വചനം മാത്രമേ ഉണ്ടായിരുന്നു. കർത്താവ് ആരെങ്കിലും കണ്ടപ്പോഴൊക്കെ പറഞ്ഞ വാക്ക്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആരെ കണ്ടാലും പറയും, നിങ്ങൾക്ക് സമാധാനം. അപ്പോസ്തലന്മാർ ലേഖനം എഴുതുമ്പോൾ എല്ലാ ലേഖനവും തുടങ്ങുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് കൃപയും സമാധാനവും. ദൈവത്തിൻ്റെ മക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന മാർഗത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് വാക്യതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സമാധാനം കിട്ടാൻ കോടീശ്വരന്മാർ കോടികൾ മുടക്കിയാലും, ബില്യൺസ് മുടക്കിയാലും കിട്ടത്തില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ക്രിസ്തുവിൻ്റെ ദാനമാണ്. അത് പണം കൊടുത്താൽ കിട്ടത്തില്ല, അത് ബൈബിൾ മുഴുവൻ പഠിച്ചാൽ കിട്ടത്തില്ല. യേശു കർത്താവിന് ഹൃദയം വിട്ടുകൊടുത്ത് കർത്താവ് ജീവനോടെ ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം, അല്ലേ? 2000 വർഷം മുമ്പ് ഈ ലോകത്ത് അവതരിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരാൾ ജീവനോടെ ഉണ്ടെന്നോ? യെസ്. അത് വിശ്വസിച്ചാൽ നീ ഒരു അത്ഭുത വ്യക്തിയായിട്ട് മാറും. അത് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ കർത്താവ് വരും. അതാണല്ലോ വചനം പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയും. പലരും നമ്മുടെ വിചാരം ചിലരെ കൊണ്ട് ഞാൻ ഏറ്റുപറയിപ്പിച്ചാൽ മതിയെന്നാ, പോരാ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരാളെ രക്ഷിക്കപ്പെടുത്തി, ഇന്ന് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചു. കുഴപ്പമില്ല, പറയിപ്പിക്കാൻ നല്ലതാ.
കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അടുത്ത വചനമാണ് ഏറ്റവും പ്രധാനം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ. വാ കൊണ്ട് വേണമെങ്കിൽ നമ്മൾ കണ്ണുരുട്ടി ഒരു മുറിക്കകത്ത് പിടിച്ചിട്ട് പറയടാ യേശു എൻ്റെ കർത്താവാ വേണേ പറയും. അങ്ങനത്തെ നിർബന്ധിത പരിവർത്തനമൊന്നും കർത്താവിനില്ലെന്നൊന്ന് കൈകൊടുത്ത് പറഞ്ഞാട്ടെ. നിർബന്ധിത പരിവർത്തനം കർത്താവിൻ്റെ അജണ്ട അല്ല. പ്രൈസ് ദി ലോർഡ്. നിർബന്ധിത സഭാപരിവർത്തനവും ഇല്ല, നിർബന്ധിത മതപരിവർത്തനവും ഇല്ല. എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയം തുറക്കും. ഈ വചനം കേൾക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ചിലരുടെ ഹൃദയം തുറന്ന് അവർ യേശു കർത്താവിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കും. അപ്പോൾ യേശു ആ ഹൃദയത്തിൽ രാജാവായി ഇരിക്കുക. അങ്ങനെ രാജാവായി ഈ കർത്താവ് ആണ ഹൃദയങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതല്ല. പക്ഷെ അനുദിന ജീവിതത്തിൽ പിന്നെയും ഭയത്തിലൂടെ സാത്താൻ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കും വിശ്വാസിയിലും. ആമേൻ. നമ്മളെയും ഭയം ബാധിക്കാം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായുടെ ശുശ്രൂഷകൾ, അപ്പോസ്തല പ്രവൃത്തികൾ 1-2 സ്ഥലത്ത് നിങ്ങൾ വായിക്കുന്നുണ്ട്. താനെ പല പ്രതികൂലങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ പോയി അറസ്റ്റിലാകപ്പെട്ടു. സഭയ്ക്ക് പ്രതികൂലങ്ങളുണ്ടായി. തൻ്റെ ഭാവി എന്താവുമെന്ന് അറിയില്ല. ദേശത്ത് സുവിശേഷം അനിശ്ചിതത്വത്തിലായി. സഭയ്ക്ക് പീഡനം വരുമോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നു, രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അരികെ നിന്ന് ഭയപ്പെടേണ്ട, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, നീ ഭയപ്പെടേണ്ട, ഒരു വ്യക്തിയും നിന്റെ മേൽ കയ്യേറ്റം ചെയ്യത്തില്ല, നീ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിലും എന്നെക്കുറിച്ച് വചനം പറയേണ്ടതാണ്. നോക്ക്, സാത്താൻ ഭയത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് വിശ്വാസത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറും ഇവിടുന്ന് ഡയോസിസ് പാസ്റ്റേഴ്സും റൂർക്കലയിൽ ശുശ്രൂഷയിലാണ്. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, നാളെ ഞങ്ങൾ പുനലൂരിലുണ്ട്. TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയും നാളെ പുനലൂരിൽ നടക്കുന്നു. കൂടാതെ അടുത്ത ആഴ്ചയിൽ കർത്താവിനെ ഉദിച്ചാൽ ഡൽഹിയിലും പഞ്ചാബിലെ പത്താൻകോട്ടും ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇനി വരുന്ന ബുധനാഴ്ച വൈകിട്ട് ഡൽഹിയിലും, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ പത്താൻകോട്ടും, അടുത്തൊരു സ്ഥലത്തും 2 സ്ഥലത്ത് പഞ്ചാബിൽ ശുശ്രൂഷകൾ നടക്കുന്നു. 31-ാം തീയതി, ഈ മാസം 31-ാം തീയതി ശനിയാഴ്ച എരുമേലിയിൽ TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. ഈ മീറ്റിങ്ങുകൾക്കായിട്ട് പ്രാർത്ഥിക്കണം. കടന്നു വരാൻ സാധിക്കുന്നവർ ആ സ്ഥലങ്ങളിലുള്ളവർ വരണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന ആ വചനമാണ് നമ്മൾ വായിച്ചത്. ഈ വചനം ഒരിക്കൽ കൂടെ വായിക്കുന്നു. 1 യോഹന്നാൻ 4:18 ഒന്നുകൂടെ വായിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. എല്ലാവരും പറഞ്ഞ സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ. ഭയത്തിന് ദണ്ഡനമുണ്ട്. പറ. സ്തോത്രം. വല്ലവരും വടിവെച്ചടിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഭയത്തിൽ ജീവിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ പറയാം, നാട്ടുകാരുടെ അടിയേക്കാൾ പ്രശ്നമാണ് മനസ്സിൻ്റെ അടി. പറഞ്ഞാട്ട് നാട്ടുകാരടിച്ചാൽ ശരീരത്തിന് വേദനയുള്ളൂ, എന്നാൽ ഭയം അടിച്ചാൽ ഉണ്ടല്ലോ, രാവും പകലും സമാധാനമില്ല. ഇന്ന് പകൽ ഭയത്തിൻ്റെ ദണ്ഡനത്തിൽ നിന്ന് വിശ്വാസത്താൽ, സ്നേഹത്താൽ ദൈവത്തിൻ്റെ മക്കൾ വെളിയിൽ വരികയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വായിച്ചാട്ടെ. ഒന്നുകൂടെ വായിച്ചോ വാക്യം. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കർത്താവ് വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നതിനാ ദൈവരാജ്യം എന്ന് പറയുന്നു. സാത്താൻ ഭയം കൊണ്ട് മനുഷ്യരെ വാഴുന്നതാണ് പിശാചിൻ്റെ ഭരണം. ചില വിചാരിച്ചിരിക്കുന്ന പിശാച് ഏതോ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന, ചില വിചാരം ശവക്കോട്ടയിലാണ് പിശാചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഏറ്റവും പോകാൻ ഭയമുള്ളൊരു സ്ഥലമാണ് ഏത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിശാചിന് ഏറ്റവും ഇഷ്ടം ദൈവമക്കളുള്ളിടമാണ്. ദൈവമക്കളുടെ വീട്, സഭകൾ, കൂട്ടായ്മകൾ, ബൈബിൾ സ്കൂളുകൾ. പ്രൈസ് ലോർഡ്. ദൈവദാസന്മാരോടൊക്കെ വലിയ ഇഷ്ടമാണ് പിശാച്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഏതായാലും ശവക്കോട്ടയിൽ ഇരിക്കാനും മാത്രം മണ്ടനല്ലവൻ. പക്ഷേ പിശാചിന് ഏറ്റവും താല്പര്യം നമ്മുടെ ഹൃദയത്തെ ഭയം കൊണ്ട് ദണ്ഡിപ്പിക്കാൻ. പിശാച് ദണ്ഡകനാണ്. അവൻ്റെ രാജ്യത്തിൻ്റെ പ്രജകൾക്കെല്ലാം അവൻ എന്ത് കൊടുത്തോണ്ടിരിക്കും? ദണ്ഡനം. റേഷനായിട്ട് ദണ്ഡനം കൊടുക്കും. ആര് കൊടുക്കും?
എല്ലാവർക്കും അവൻ്റെ കോട്ട കിട്ടിക്കൊണ്ടിരിക്കും. കൈ കൊടുത്ത് ചോദിച്ചു, എന്തിനാ വെറുതെ ആ രാജ്യത്തിൽ വിസിറ്റിന് പോകുന്നത്? അവിടുന്ന് വിസ എടുത്ത് ദൈവരാജ്യത്തിലേക്ക് അവൻ നമ്മെ മാറ്റിയതല്ലേ? അവിടുന്ന് വിസ നമ്മൾ എടുത്തതാണോ? നമുക്ക് നോക്കാം. കൊലോസ്യർ 1:13. അവിടുന്ന് നമ്മൾ വിസ എടുത്തതാണോ നോക്കാം. കൊലോസ്യർ 1:13. വിസ എടുത്തതല്ല, നമ്മളെ തൂക്കിയെടുത്ത് ഇപ്പറ കൊണ്ടിട്ടതാന്ന ഈ വേദഭാഗം പറയുന്നത്. കൊലോസ്യർ 1:13 വായിച്ചാട്ടെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും എവിടെ ആക്കി വെച്ചു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മളിവിടെ കോട്ടയത്ത് തന്നെയല്ലേ? അപ്പം ജോഗ്രഫിക്കൽ ഏരിയ അല്ലല്ലോ. പിന്നെ എന്താ ദൈവരാജ്യം? കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചെന്നെ നീതീകരിച്ചെന്നുള്ള ഉറപ്പ്. കർത്താവിൻ്റെ സ്നേഹനിമിത്തം കർത്താവ് എന്നെ നടത്തിക്കോളും എന്നുള്ള ഉറപ്പിൽ സമാധാനം, സന്തോഷം. ഇത് മൂന്നും ഹൃദയത്തിൽ വരുന്നതാണ് ദൈവരാജ്യം. നമുക്ക് വായിക്കാം റോമർ 14:17. എന്തുവാ ദൈവരാജ്യം? 1, ദൈവം എന്നെ നീതീകരിച്ചു, ഞാനിനി ഗിൽറ്റി അല്ല, ദൈവം മുമ്പിൽ എനിക്ക് ധൈര്യത്തോടെ നിൽക്കാം. അതാണ് നീതിബോധം. ഉറക്കെ പറ നീതിബോധം. നീതി നമ്മൾ വായിക്കാൻ പോകുന്ന പക്ഷെ നീതിബോധം. ഞാൻ നീതിമാനായി തീർന്നു എന്നുള്ള ബോധ്യം. നീതിബോധവും സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. വായിക്കാം റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഞാൻ എൻ്റേതായിട്ടൊന്ന് ഇങ്ങനെ പറയണം. നീതിബോധവും കുറ്റബോധം മാറി, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നവനാന്നുള്ള ചിന്ത മാറി, യേശു എൻ്റെ പാപം മോചിച്ചതിനാൽ ഞാൻ മഹാപാപിയാണെങ്കിലും ദൈവം തമ്പുരാൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് നീതിബോധം. ഉറക്കെ പറ. അതോട് കൂടെ കിട്ടുന്നതാണ് സമാധാനവും. ദൈവം എന്നോടുള്ള പണക്കം മാറിയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്നോട് സമാധാനം. ഈ കർത്താവ് എന്നെ നടത്തുകയും ചെയ്യും. സമാധാനവും സന്തോഷം. അപ്പോൾ ഇത് നമ്മളിൽ ഉണ്ടെങ്കിലും പിശാചിൻ്റെ രാജ്യം നമ്മളിൽ വീണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. വിഷയങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, സഭയ്ക്ക് പ്രയാസം വരുമ്പോൾ, സാമ്പത്തിക വിഷയങ്ങൾ വരുമ്പോൾ സാത്താൻ്റെ രാജ്യം നമ്മളിൽ കയറാൻ പിന്നെയും. സാത്താൻ്റെ രാജ്യം ഹൃദയത്തിലാണ് കയറുന്നത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ അയൽവക്കക്കാരിങ്ങോട്ട് വിടുകല്ലെന്ന് പറഞ്ഞ്. ചെല്ല് പറഞ്ഞ അയൽവക്കംകാരിങ്ങനെ വിട്ടോണ്ടേ ഇരിക്കുകയാണ്. ബന്ധനമൊന്നും വിടണ്ട. നമ്മുടെ വീട്ടിലൊരു വിഷയം വന്നാൽ മതി. നമ്മുടെ കുഞ്ഞിൻ്റെ ഫീസ് കൊടുക്കേണ്ട കാര്യം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മുടെ കുഞ്ഞിനെ കെട്ടിക്കേണ്ട കാര്യം, നമ്മളുടെ വീട്ടിലെ ആ ലോൺ അടയ്ക്കേണ്ട കാര്യം, അത് വരുമ്പോൾ നമുക്ക് മനസ്സമാധാനം പോകാം. അതാ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അറ്റാക്ക്. പ്രൈസ് ദി ലോർഡ്. മറ്റല്ലാത്ത രീതിയിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ ഈ ലോകത്തുണ്ട്, ആഭിചാരങ്ങളുണ്ട്. പക്ഷേ കർത്താവിലുള്ള വിശ്വാസത്തിൽ സമാധാനിക്കുന്ന ഒരു ദൈവ പൈതലിനെ അതൊന്നും തൊടത്തില്ല. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ നടത്തിക്കോളുമെന്നുള്ള ഉറപ്പിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ എന്താ പറയുന്നത്? ഒരു ബാധയും ഒന്ന് പറഞ്ഞാൽ നല്ലത്. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല. പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ പൈതല്, വിളിച്ചു പറഞ്ഞാട്ടെ. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പഴയ നിയമകാലത്ത് സംഹാരദൂതൻ വന്നപ്പോൾ അവർ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിയുടെ മേലും പുരട്ടി പെസഹ കുഞ്ഞാടിനെ അറുത്ത് അവർ പെസഹ ആചരിച്ചല്ലേ? നമ്മളിങ്ങനെ വായിക്കുന്നു, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം മറവായിരുന്നു, ഒരു ഭവനത്തിലും സംഹാരകൻ കടന്നില്ല. കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയണം, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരുന്നു. അടുത്തിരിക്കുന്ന ആളെ പറയാം, യഹൂദന്മാരുടെ പെസഹ നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പെസഹ എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു പെസഹ നമ്മൾ ആചരിക്കേണ്ട, ഒരാടിനെ അറുക്കണ്ട, എല്ലാ വർഷവും അപ്പം ചുടണ്ട. ഒരിക്കലായി ജീവന്റെ അപ്പം, സ്വർഗത്തിലെ അപ്പം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ ഏറ്റെടുത്തു. അവൻ ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തു. അവൻ്റെ രക്തം ഇന്നും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ
ഗുണകരമായി ദൈവമക്കൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെന്ന് ഞാൻ പറയുമ്പോൾ സ്വർഗീയ വിരുന്നുകാരോ ക്രൈസ്തവരോ അല്ല. ഈ യേശു എൻ്റെ കർത്താവെന്ന് പറയുന്ന ആരുമായിക്കൊള്ളട്ടെ, വിശ്വസിക്കുന്ന നിമിഷം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, വിശുദ്ധീകരിച്ച അതേ നിയമരക്തം ഓരോ ദിവസവും നമുക്ക് വേണ്ടി സ്റ്റിൽ സ്പീക്സ്. സംസാരിക്കുന്ന ഒരു രക്തം നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എല്ലാ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രക്തമുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നാം വന്നിരിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുക. ഹാബേലിൻ്റെ രക്തം തന്നെ കൊന്ന കായീനെതിരെ നിലവിളിച്ചു. ആ നിലവിളി എൻ്റെ കാതിലെത്തിയെന്നാണ് യഹോവയാം ദൈവം പറയുന്നു, അല്ലേ? പ്രതികാരം ചെയ്യണമേ എന്ന് നിലവിളിച്ച രക്തങ്ങൾ. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ചെയ്ത തെറ്റുകൾ നമുക്കെതിരെ പ്രതികാരത്തിനായി നിലവിളിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ചെയ്ത കാര്യങ്ങൾ നമുക്കെതിരെ നിലവിളിക്കുമ്പോൾ ഇതാ അപ്പുറത്ത് വേറൊരു രക്തം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. അവൻ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുഷിച്ച 2 കള്ളന്മാരുടെയും മധ്യത്തിൽ, തനിക്കെതിരെ കുന്തം മുനകളുമായി നിൽക്കുന്ന പട്ടാളക്കാരുടെ മധ്യത്തിൽ, തന്നെ പരിഹസിച്ച യഹൂദന്മാരുടെ മധ്യത്തിൽ, തന്നെ ക്രൂശിച്ച റോമൻ ഗവർണർ അയച്ച പട്ടാളക്കാരുടെ മധ്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, രക്തമൊഴുക്കിക്കൊണ്ട്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹാബേലിൻ്റെ രക്തവും ഈ ലോകത്തിൽ നാം ചെയ്ത തെറ്റുകുറ്റങ്ങളും എല്ലാം നമുക്കെതിരെ ഒരു വശത്ത് നിലവിളിച്ചപ്പോൾ ആ നിലവിളിയെ നിഷ്പ്രഭമാക്കുന്ന മറ്റൊരു രക്തം നമുക്ക് വേണ്ടി നിലവിളിക്കുന്നു. അതത്രേ യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം പറയാണ്, ഇവരോട് ക്ഷമിക്കണമേ. ആമേൻ. ഓ, ഇത് തിരിച്ചറിയാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിബോധവും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രം. എന്നാൽ ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ ദൈവരാജ്യത്തിലായി, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു, സ്വസ്ഥത കിട്ടി, സമാധാനം കിട്ടി. ഇവിടെ എല്ലാവരോടും ചോദിച്ചാൽ നിങ്ങൾ കരമുയർത്തുമെന്ന് എനിക്കറിയാം. കർത്താവിനെ അറിഞ്ഞതോടെ വലിയ മനസമാധാനമായി. അതാ കണ്ടോ, ഞാൻ പറയാതെ തന്നെ കര ഉയർത്തിയല്ലോ. എന്നാൽ പിന്നെ ചൊവ്വയെന്ന് കര ഉയർത്തി കാണിച്ച് ആർക്കൊക്കെ അത് കിട്ടും. ഏറ്റവും വലിയതാ. പിന്നെ ദൈവമൊക്കെ കൊന്നുകൂടുണ്ട്, മരണഭയം മാറി. പലർക്കും മരണത്തെ നോക്കി പേടിയായിരുന്നു. പക്ഷേ ദൈവമക്കൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, ദൈവമക്കൾ എന്ന് പറയുന്നുണ്ട്, എനിക്ക് പറയാൻ ഇഷ്ടമാണെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്ന ചെല്ലെങ്കിലും ഓർക്ക് വേറെ ആരാണ്ട കാര്യമാണ്. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചെന്ന് ഏറ്റെടുത്താൽ മാത്രം മതി. അവരെ ദൈവമക്കൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. യേശു കർത്താവ് നിനക്ക് വേണ്ടിയാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തതെന്ന് നീ വിശ്വസിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ നീയും ദൈവ പൈതല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനോട് അടുത്ത് സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞിരിക്കുമ്പോൾ അവിടെ പിന്നെ ഭയത്തിന് പ്രസക്തിയില്ല. വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചതല്ല, കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്താൽ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുക. നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചത്. സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് നിറച്ച് കളഞ്ഞു. എനിക്ക് കർത്താവിനോടുള്ള സ്നേഹമല്ല എൻ്റെ ധൈര്യം, കർത്താവിന് എന്നോട് സ്നേഹമാ എന്നുള്ള ഉറപ്പ് കാരണം എനിക്ക് വലിയ ധൈര്യമാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ ധൈര്യമായിട്ട് പറ്റും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ കർത്താവിന് വിരുദ്ധമായിട്ട് നടന്നതാകാം, ജീവിതത്തിൽ ദൈവ വഴിവിട്ടതാകാം, പാപസ്വഭാവത്തിലാകാം, എല്ലാവരും തള്ളിയ വ്യക്തിയാകാം. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, യേശു സ്നേഹിക്കുന്നു. രോഗികൾ എന്നെ കേൾക്കുന്നുണ്ട്, മറ്റ് പല പ്രശ്നങ്ങളുള്ളവർ കേൾക്കുന്നുണ്ട്. കർത്താവായ യേശുവിനെ പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം കൈ കുറുകിയിട്ടില്ല, വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നിങ്ങൾ അനുഭവിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായ ആ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ആ ദിവ്യ സ്നേഹം ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ അടുക്കലേക്ക് ചെല്ലുകയാണല്ലോ. കർത്താവെ, ഒറ്റയ്ക്ക് മുറികളിൽ ഇരുന്നത് കേൾക്കുന്നവരുണ്ട്, കുടുംബമായി ഭവനങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്, ആശുപത്രികളിൽ, മറ്റ് പല സ്ഥലങ്ങളിൽ, അതുപോലെ കർത്താവെ ഞങ്ങളുടെ ഇൻ്റർനെറ്റ് ടി വിയിലൂടെ മറ്റ് പല മുഖാന്തരങ്ങളിൽ ഇത് കേൾക്കുന്നവരുടെ ആ അടുക്കൽ കർത്താവ് വന്നിരിക്കുകയാണല്ലോ.
സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആ ബ്രീതിങ് പ്രോബ്ലം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഭയം വിട്ടുമാറട്ടെ. കർത്താവെ, ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ അവിടുത്തെ അത്ഭുത വിടുതൽ പകർന്ന് ഈ ഓരോ മക്കളെയും അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ അത്ഭുത കരത്താൽ ഓരോ മക്കളെയും വിടുവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിന്ന് കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ തികഞ്ഞ സ്നേഹത്തിൽ മുൻപോട്ട് കുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം കേട്ടുകൊണ്ടിരുന്ന സന്ദേശം അടുത്ത എപ്പിസോഡിലും തുടരുകയാണ്. നോക്കുക, ഈ അടുത്ത ദിവസങ്ങളിൽ TV പ്രേക്ഷക മീറ്റിംഗ് ഉണ്ട്. റൂർക്കലയിൽ തങ്കു ബ്രദർ ശുശ്രൂഷിക്കുന്നു. പഞ്ചാബിലും ഡൽഹിയിലും ഞാൻ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക മീറ്റിങ്ങുകളുണ്ട്. അതിൻ്റെ വിവരങ്ങൾ സ്ക്രീനിൽ കിട്ടും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പുനലൂർ ഒക്ടോബർ 17 നാളെ. ശുശ്രൂഷകൾ രാവിലെ 10-ന് എബനേസർ പാർക്ക് ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, ചെമ്മന്തൂർ. ഡോക്ടർ തോമസ് എബ്രഹാം ഇൻ ന്യൂഡൽഹി October 21st, Wednesday at 6 p.m. Sadbhavana Bhavan, adjoining to Mashigar Church, near Modi Flyover, New Delhi. തോമസ് കുട്ടി ബ്രദർ പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 22, 23, 24, 25. ശുശ്രൂഷകൾ രാവിലെ 9-നും വൈകിട്ട് 6-നും. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് കുട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26 ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. खून की धार ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरण